കൂട്ടുകാരൊന്ന് വീട്ടിലിരുന്ന് മുഷിച്ചിലായപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കർണൂൽ ടൗണിലേക്ക് നമ്മളിന്ന് ഇറങ്ങി സ്കൂട്ടർ എടുത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഫുട്പാത്തിൽ ഇങ്ങനെ ഒരുപാട് ബുക്സ് വിൽക്കുന്ന ഒരു സഹോദരങ്ങളെ കണ്ടു. അപ്പോൾ അവർ ഇതിനകത്ത് ലാസ്റ്റ് ഇത് അവസാനം വരെ കാണണേ, ഇതിനകത്തൊരു സ്പെഷ്യൽ ബുക്ക് ഞാൻ കണ്ടു. അതെന്നെ ഒരുപാട് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അത് ബുക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 രൂപ 300 രൂപ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വിലകളിലുള്ള ബുക്സ് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ 100 രൂപ 120 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ബുക്ക്, ജീസസ് ലിവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഹിസ് അൺനോൺ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്രൂസിഫിക്കേഷൻ എന്നാണ് ബുക്കിൻ്റെ ടൈറ്റിൽ വരുന്നത്. ബുക്ക് ആരെങ്കിലും വായിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് അറിയില്ല, എനിക്ക് അതിനകത്ത് എന്താ എഴുതിയിരിക്കണമെന്ന് അറിയില്ല, ഒന്ന് വായിച്ചു നോക്കാനൊന്നും പറ്റില്ല, ഞാൻ വാങ്ങിച്ചില്ല. ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടൻറ്റ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരം. പിന്നെ അങ്ങനെ ബുക്സ് നമ്മളൊരു 3-4 ബുക്സ് വേറെ വാങ്ങിച്ചു. ചിക്കൻ സൂപ്പിൻ്റെ ബുക്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക, ഇത് നമ്മൾ വാങ്ങിച്ച ബുക്സാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത്രയും ബുക്സ് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് ബുക്സിൻ്റെ. അപ്പോൾ ഞാനിത് ഒരുപാട് ബുക്സ് ഇവിടെ ഹൈദരാബാദിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടിട്ട് കർണൂളിൽ ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അവർ മുൻപ് കുറേ നാൾ മുമ്പ് ഇങ്ങനെ സ്ഥിരം വന്നുകൊണ്ടിരുന്നായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി കുറേ നാളായിട്ട് ഇങ്ങനെ ഒന്നും കാണാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞു, ഇന്ന് മുതൽ എല്ലാ ദിവസവും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ബുക്സ് എന്നെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബുക്സ് ഇങ്ങനെ വിൽക്കുന്ന സ്ഥലം കണ്ടത് വളരെ ഉപകാരപ്പെട്ടു. വായന ഹോബി ഉള്ളവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ആരെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഹൈദരാബാദ് അല്ലെങ്കിൽ കർണൂലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുട്പാത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ് കിട്ടും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് യൂസ്ഡ് ബുക്സ് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് എനിക്ക് യൂസ്ഡ് ബുക്സ് ആയിട്ട് തോന്നുന്നില്ല. ബുക്സിന് കുറച്ച് പഴക്കമുണ്ട്. അതുകൊണ്ടാണ് ഇവർ സെക്കൻഡ് ഹാൻഡ് റേറ്റിന് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആദ്യം വില കുറവ് കണ്ടപ്പോൾ ഞാൻ ഇത് യൂസ്ഡ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് യൂസ്ഡ് അല്ല. കാരണം യൂസ്ഡ് ആയ പോലെ ബുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല ഫ്രഷ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ബൈ.